ചാണ്ടി ഉമ്മൻ പറയുന്നതിൽ ഇപ്പോൾ താൻ ക്ഷീണിതരായിരുന്നു, രമ്യ ഹരിദാസാണ് ഈ പരിപാടി ഏറ്റത്, തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എന്തിനാണ് എന്നൊക്കെയാണ് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത്. പക്ഷേ DCC പ്രസിഡന്റ് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നല്ലോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ചാണ്ടിക്കില്ല. പിന്നെ DCC പ്രസിഡന്റിന്റെ വാദത്തെ പൂർണ്ണമായും ചാണ്ടി ഉമ്മൻ തള്ളുകയാണ്. DCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ചാണ്ടി ഉമ്മനോട് നിർബന്ധമായും പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ബോധപൂർവം അദ്ദേഹം പങ്കെടുക്കാതിരുന്നതാണെങ്കിൽ തെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ DCC പ്രസിഡന്റ് ക്ഷണിച്ച വിവരം അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഈ പരിപാടിയിലേക്ക് താൻ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് ക്ഷണിച്ചു എന്നുള്ള വിവരം ചാണ്ടി ഉമ്മൻ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. ഇനിയിപ്പോൾ DCC പ്രസിഡന്റിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇത് പാർട്ടിയിൽ തീർത്തോളാം എന്നുള്ളതിൽ DCC പ്രസിഡന്റ് നടത്തിയ പ്രതികരണത്തിൽ ചാണ്ടി ഉമ്മനുള്ള അമർഷം അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. DCC പ്രസിഡന്റുമായുള്ള പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കകത്ത് തീർക്കാം എന്നുള്ളത് പറഞ്ഞാൽ DCC പ്രസിഡന്റ് ഇത്തരത്തിൽ പരസ്യമായി പറയാൻ പാടില്ലായിരുന്നു എന്നൊരു ധ്വനി കൂടി അതിനകത്തുണ്ട്. അത്തരം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് പാർട്ടിയിൽ തീർത്തോളാം എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിക്കകത്താണ് പറയേണ്ടിയിരുന്നത് എന്നുള്ള ഒരു ധ്വനി ചാണ്ടി ഉമ്മന്റെ വാക്കുകളിലുണ്ട്. ഏതായാലും K പ്രവീൺകുമാർ വളരെ ശക്തമായി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിച്ച ഒരു MLA കോഴിക്കോട് ജില്ലയിൽ എത്തുകയും എത്തി DCC പ്രസിഡന്റ് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതിലുള്ള അമർഷം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി വളരെ ഡൗൺ ടു എർത്തായി അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയി നടത്തിയൊരു പരിപാടി, ആ പരിപാടിയെ അവഗണിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന് അമർഷമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ DCC ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. അദ്ദേഹത്തിന് ഇന്ന് DCC ഓഫീസേഴ്സ് നടക്കുന്ന പരിപാടിയിൽ ചാണ്ടി ഉമ്മൻ പങ്കെടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കുന്ന പരിപാടി കഴിഞ്ഞ് DCC ഓഫീസിലേക്കാണ് ചാണ്ടി ഉമ്മൻ പോകാൻ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും DCC പ്രസിഡന്റ് വിളിപ്പിച്ചതാവാനാണ് സാധ്യത. അങ്ങനെ വിളിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പക്ഷേ DCC പ്രസിഡന്റിന്റെ അവകാശവാദത്തെയും കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അവകാശവാദത്തെയും പൂർണ്ണമായും അദ്ദേഹം തള്ളുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റ ശേഷം പരിപാടിക്ക് എത്താമെന്ന് അറിയിച്ചപ്പോൾ വേണ്ട എന്നുള്ള മറുപടിയാണ് സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് റമീസ് നൽകിയത് എന്നുള്ളതാണ് ചാണ്ടി ഉമ്മന്റെ ഒരു പരാതി. അതായത് ഈ സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിക്കെതിരെ ഇപ്പൊ ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിരിക്കുകയാണ്. തന്നെ ക്ഷണിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ പരിപാടി അവസാനിക്കാറായി എന്ന് പറഞ്ഞ് വേണ്ട എന്ന മട്ടിൽ താൻ വരാമെന്ന് ഏറ്റപ്പോൾ വേണ്ട എന്നാണ് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞത് എന്നൊരു അർത്ഥത്തിൽ ഒരു പരാതി കൂടിയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പ് സമവാക്യവുമായി ബന്ധപ്പെട്ട്, ഗ്രൂപ്പ് തർക്കവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ T സിദ്ദിഖിനൊപ്പം നിൽക്കുന്ന VT നിഹാൽ അടക്കം ഷഹീൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക ജില്ലാ നേതാക്കന്മാരാണ് കൂടെ നിൽക്കുന്നത്. അവരാണ് ഈ സ്വാഭാവികമായിട്ടും ഈ ഷാഫി പറമ്പിൽ വിഭാഗത്തിനെതിരെ ഇവിടെ നിൽക്കുന്ന ആളുകൾ. T സിദ്ദിഖ് വിഭാഗം സ്വാഭാവികമായിട്ടും ചാണ്ടി ഉമ്മനൊപ്പം നിൽക്കുന്നു. ചാണ്ടി ഉമ്മൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ആ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി പരാതിയായി ഉന്നയിക്കുന്നത്. ആ പരാതിയെ സാധൂകരിക്കത്തക്ക വിധത്തിൽ ഇവിടെ ഒരു ഗ്രൂപ്പ് സമവാക്യം രൂപപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഷാഫി പറമ്പിലും T സിദ്ദിഖും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു ഗ്രൂപ്പ് സമവാക്യം കോഴിക്കോട് ജില്ലയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ഒരു മണ്ഡലം തലത്തിൽ പോലും, സാധാരണ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോലും ഒരു മണ്ഡലം തലത്തിൽ നടക്കുന്ന പരിപാടി, പാർട്ടി പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷനിൽ വളരെ ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ കോർപ്പറേഷനെതിരെ, നഗരസഭയ്ക്കെതിരെ പ്രചാരണവുമായി ഒരു സമ്പർക്ക പരിപാടി സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുമ്പോൾ ആ പരിപാടിയിൽ വരാതിരിക്കുകയും അതിൽ DCC പ്രസിഡന്റ് പറയുന്ന വാദം പൂർണ്ണമായും ചാണ്ടി ഉമ്മൻ തള്ളുകയുമാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ DCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ എന്തു പറയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. DCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് KPCCക്ക് ഇക്കാര്യത്തിൽ ഒരു പരാതി കൊടുക്കാവുന്നതാണ്. DCC പ്രസിഡന്റ് വാദം തള്ളിയതിൽ ഒരു പക്ഷേ അദ്ദേഹം DCC ഓഫീസിലെത്തി ഈ കാര്യത്തിൽ ഒരു വിശദീകരണം കൊടുത്ത് അവിടെ അനുനയിപ്പിക്കാനും അല്ലെങ്കിൽ KPCC നേതൃത്വം ഇതിൽ ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുമുള്ള സാധ്യതയുണ്ട്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇവിടെ ജില്ലയിലെ പല സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിന് അതീതമായൊരു നീക്കം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ഒരു സാധ്യതയുള്ളൂ. ഇപ്പോൾ കൽപ്പറ്റയിലാണ് T സിദ്ദിഖ് മത്സരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹം പ്രവർത്തനത്തിൽ ഇല്ലാത്തതാണ്. എന്നിട്ട് കൂടി ഇവിടെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പരിപാടികളിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ KPCCയും ഗൗരവത്തിൽ തന്നെ എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഗ്രൂപ്പ് തർക്കവും തമ്മിലടിയും ഒന്നും ചാണ്ടി ഉമ്മൻ ഓൺ ചെയ്യുന്നില്ല. അദ്ദേഹം പരിപാടിക്ക് അദ്ദേഹം വൈകിയാണ് എന്ന് എത്തിയത്, അതുകൊണ്ട് പുലർച്ചെ നടക്കുന്ന ഒരു പരിപാടിയിൽ എത്താൻ പറ്റിയില്ല എന്നൊരു മറുപടിയാണ്. ഈ പരിപാടിക്ക് രമ്യ ഹരിദാസ് എത്തുന്നത് പോലും 8:30 മണി കഴിഞ്ഞാണ്. അതായത് 9 മണിയോട് കൂടിയാണ് രമ്യ ഹരിദാസ് എത്തുന്നത്. രാവിലെ വന്ന് കിടന്നുറങ്ങിയ ചാണ്ടി ഉമ്മന് വേണമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാമായിരുന്നു എന്നുള്ളതാണ് കോഴിക്കോട്
കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി പറയുന്നത്. കാരണം ചാണ്ടി ഉമ്മൻ വരുമെന്ന് കരുതിയിട്ടായിരിക്കണം രമ്യ ഹരിദാസ് പോലും 7 മണിക്ക് നടക്കേണ്ട പരിപാടിയിൽ 9 മണിയോടുകൂടിയാണ് എത്തുന്നത്. 9 മണിക്കാണ് ഈ പരിപാടി എത്തുന്നത്. 2 മണിക്കൂർ നേരം ഈ പരിപാടി വൈകിപ്പിച്ചത് പോലും ചാണ്ടി ഉമ്മന് വേണ്ടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ടും ചാണ്ടി ഉമ്മൻ എത്താതെ 9 മണിക്ക് പരിപാടി ആരംഭിക്കുന്നു. 10 മണിയോടുകൂടി പരിപാടി അവസാനിക്കാൻ പോകുന്ന മുറയ്ക്കാണ് ചാണ്ടി ഉമ്മൻ വിളിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നത്. ശരി, ഏതായാലും DCC അധ്യക്ഷൻ പൂർണ്ണമായും ഇതിനെ ചാണ്ടി ഉമ്മന്റെ നിലപാട് ശരിയല്ല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് വിട്ടുനിന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നതിൽ വിശദീകരണം ചോദിക്കുമെന്ന് മനസ്സിലാക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ചതെന്ന് ചാണ്ടി ഉമ്മൻ പറയുമ്പോൾ പോലും DCC അധ്യക്ഷൻ നേരിട്ട് ക്ഷണിച്ചതിനെ കുറിച്ചൊരു വ്യക്തതയില്ലാത്ത മറുപടിയാണ് നൽകുന്നത്. അത് തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. ഏതായാലും വരും മണിക്കൂറിലും ഇത് ചർച്ചയാകും. KPCC നേതൃത്വം ഇതിൽ ഇടപെടുമോ, DCC ഇതിലൊരു പരാതിയുമായി പോകുമെന്നൊക്കെ നമുക്കറിയണം.